ഒരുപാട് ലേഡീസ് വന്ന് പറയുന്ന കാര്യമാണ്, ഡോക്ടറെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് PCOD മാറാൻ മെഡിസിൻസ് കഴിക്കുവാണ്, പക്ഷേ ഇപ്പോഴും പീരിയഡ്സ് ഇറഗുലർ ആണ് എന്ന്. നിങ്ങൾ മെഡിസിൻ കഴിച്ചിട്ടും PCOD റിവേഴ്സ് ആവുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തതിൽ എന്താണ് മിസ്സിംഗ് എന്ന് നമുക്ക് നോക്കാം. PCOD ഒരു പീരിയഡ് പ്രോബ്ലം അല്ലെങ്കിൽ ഓവറിയുടെ പ്രോബ്ലം എന്നതിലുപരി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹോർമോൺ ഇംബാലൻസ് കണ്ടീഷനാണ്. ഇതിൻ്റെ സിംറ്റംസ് മാനേജ് ചെയ്യാൻ മെഡിസിൻസ് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ മിക്ക ആളുകളും അവരറിയാതെ തന്നെ ഹോർമോൺസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഹാബിറ്റ്സ് ആണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് മീ ക്ലാരിഫൈ സംതിങ്. PCODയുടെ മെഡിസിൻസിന് അതിൻ്റേതായ റോളുണ്ട്. പക്ഷേ മിക്ക മെഡിസിൻസും ചെയ്യുന്ന മെയിൻ 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1. ടെമ്പററി ആയി പീരിയഡ്സ് ഉണ്ടാക്കും, അതായത് മെഡിസിൻസ് കഴിക്കുമ്പോൾ മാത്രം പീരിയഡ്സ് വരും. 2. ആക്നേസും ഫേഷ്യൽ ഹെയർ ഗ്രോത്തും കൺട്രോൾ ചെയ്യും. 3. ആർട്ടിഫിഷ്യലി ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യും. ഈ സിംറ്റംസിനെയൊക്കെ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു സ്വിച്ച് ആയിട്ടാണ് മെഡിസിൻസ് ആക്ട് ചെയ്യുന്നത്. മെഡിസിൻസ് വൺസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ സിംറ്റംസ് മിക്കവാറും തിരിച്ചു വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് ദ റൂട്ട് കോസ് വാസ് നെവർ കറക്റ്റഡ്. മെഡിസിൻസ് സിംറ്റംസിനെ സപ്രസ് ചെയ്യും, പക്ഷേ അതിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ കൂടെ ശ്രദ്ധിച്ചാൽ അവിടെ ഹോർമോണൽ ഹീലിംഗ് നടക്കും. ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം? 1. ഫുഡ് ഹാബിറ്റ്സ്. ബിഗ്ഗസ്റ്റ് ഹിഡൻ ട്രിഗർ എന്താണ്? ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഇപ്പോഴത്തെ ഭക്ഷണ രീതി നോക്കിയാൽ ഒരു 90% റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സും ഷുഗറുമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങൾ ഇറഗുലറാണ്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് PCODയുടെ പുറകിലെ മെയിൻ ഫാക്ടർ. ഇൻസുലിൻ കൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ ഓവറീസ് മെയിൽ ഹോർമോൺസ് എക്സസായി പ്രൊഡ്യൂസ് ചെയ്യും. ഓവുലേഷൻ സ്റ്റോപ്പ് ആവും, പീരിയഡ്സ് ഇറഗുലർ ആകും. അപ്പോൾ നിങ്ങൾ മെഡിസിൻസ് എടുത്താൽ പോലും ഈ റോങ് ഫുഡ് ഹാബിറ്റ്സ് നിങ്ങളുടെ ഹോർമോൺസിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. സെക്കൻഡ് വൺ, സ്ലീപ്പ് സൈക്കിൾ. എല്ലാവരും നിസ്സാരമായി കാണുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ലേറ്റായി ഉറങ്ങുന്നത്. നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ റിപ്പയർ നടക്കുന്നത് ഡീപ്പ് സ്ലീപ്പിലാണ്, അതായത് അറൗണ്ട് 11 PM to 2 AM. ഈ സമയത്ത് നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ ഇൻസുലിൻ ബാലൻസ് ഡിസ്റ്റർബ് ആവും, കോർട്ടിസോൾ ലെവൽസ് ഡിസ്റ്റർബ് ആവും, ഓവുലേഷൻ സിഗ്നൽസ് ഡിസ്റ്റർബ് ആവും. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ബോഡിയിൽ ഹീലിംഗ് നടക്കില്ല. തേർഡ് വൺ, സ്ട്രെസ് ആൻഡ് ഇമോഷണൽ ലോഡ്. ഉറക്കം ഡിസ്റ്റർബ് ആവുമ്പോൾ കോർട്ടിസോൾ ലെവൽ ഡിസ്റ്റർബ് ആവും എന്ന് പറഞ്ഞു. എന്താണ് ഈ കോർട്ടിസോൾ? അതൊരു സ്ട്രെസ് ഹോർമോൺ ആണ്. ബോഡിയിൽ ഈ കോർട്ടിസോൾ ഹോർമോൺ ലെവൽ ഹൈ ആയിരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ ഓവുലേഷന് ഒരു പോസ് വരും, അതായത് ടെമ്പററി ആയി ഓവുലേഷൻ നടക്കാതാവും. പിന്നെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോറേജ് കൂടും, അതുപോലെ ക്രേവിങ്സ് കൂടും. അപ്പോൾ നിങ്ങളുടെ ബോഡി ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലീ മോഡിലേക്ക് പോകും, അതായത് സർവൈവൽ മോഡിലേക്ക് പോകും. അപ്പോൾ ഫെർട്ടിലിറ്റി അവിടെ നടക്കില്ല, പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഇല്ലാതാവും. ഫോർത്ത് വൺ, ഡെയിലി റൊട്ടീൻ ആൻഡ് മൂവ്മെൻറ്റ്. മിക്ക ലേഡീസും തീരെ എക്സസൈസ് ചെയ്യാത്തവരായിരിക്കും, അല്ലെങ്കിൽ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും. ശരിക്കും ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യാൻ എക്സ്ട്രീം വർക്കൗട്ട്സിൻ്റെ ആവശ്യമില്ല, പകരം കൺസിസ്റ്റൻ്റ് ആയ ജെൻറ്റിൽ മൂവ്മെൻറ്റ്സ് ആണ് വേണ്ടത്. വളരെ ചെറിയ മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ പോലും ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കാൻ സാധിച്ചാൽ അത് ഹോർമോണൽ സിഗ്നലിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പറായി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഹോർമോണൽ കണ്ടീഷൻസിലൊന്ന് PCOD ആണ്. നിങ്ങൾക്ക് എക്സ്ട്രീം ഡയറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, കോംപ്ലിക്കേറ്റഡ് റൊട്ടീൻസിൻ്റെ ആവശ്യമില്ല, പകരം ചെറിയ കൺസിസ്റ്റൻ്റ് ആയ മാറ്റങ്ങൾ മതി. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ആക്കാൻ, ഓവുലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ, പീരിയഡ്സ് റെഗുലർ ആക്കാൻ, ഫെർട്ടിലിറ്റി ഹെൽത്ത് ഇംപ്രൂവ് ആക്കാൻ, ഇതിനൊക്കെ ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. എൻ്റെ കോച്ചിങ് എക്സ്പീരിയൻസിൽ സ്റ്റുഡൻസ് സിമ്പിൾ ഡെയിലി ഹാബിറ്റ്സിൽ കൺസിസ്റ്റൻ്റായി ഫോക്കസ് ചെയ്യുമ്പോഴാണ് വലിയ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ കാണുന്നത്. നിങ്ങൾക്കും PCOD നാച്ചുറലായി റിവേഴ്സ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ബോഡിയെ ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മെഡിസിൻസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ ഇന്ന് തന്നെ അതിനോടൊപ്പം ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്ത് തുടങ്ങുക. കമൻറ്റ് PCOD ഇഫ് യു വാണ്ട് ഗൈഡൻസ് ഓൺ വെയർ ടു ബിഗിൻ. നിങ്ങളുടെ ബോഡിയെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. PCOD കാരണം സഫർ ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഉറപ്പായി അയച്ചു കൊടുക്കുക. ബിക്കോസ് ഹീലിംഗ് സ്റ്റാർട്ട്സ് വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ കോസ്.